ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 39 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ. ഞാൻ വായിക്കാം. ഹല്ലേലൂയ. ഞാൻ ചെയ്തതൊക്കെയും അവൻ എന്നോട് പറഞ്ഞു എന്ന് സ്ത്രീ സാക്ഷ്യം പറഞ്ഞ വാക്ക് നിമിത്തം ആ പട്ടണത്തിലെ പല ശമര്യരും അവനിൽ വിശ്വസിച്ചു. അങ്ങനെ ശമര്യർ അവൻ്റെ അടുക്കൽ വന്ന് തങ്ങളോട് കൂടെ പാർക്കണം എന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ 2 നാൾ അവിടെ പാർത്തു. ഏറ്റവും അധികം പേർ അവൻ്റെ വചനം കേട്ട് വിശ്വസിച്ചു. ഇനി നിന്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ ലോകരക്ഷിതാവ് എന്ന് അറിയുകയും ചെയ്തുമിരിക്കുന്നു എന്ന് സ്ത്രീയോട് പറഞ്ഞു. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഈ വചനത്തിനകത്ത് ഒരു ശമരിയ സ്ത്രീയെക്കുറിച്ച് ആമേൻ ബൈബിൾ വ്യക്തമാക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഇനി നിന്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ ലോകരക്ഷിതാവ് എന്ന് അറിയുകയും ചെയ്തുമിരിക്കുന്നു എന്ന് സ്ത്രീയോട് പറഞ്ഞു. ഹല്ലേലൂയ. ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ആമേൻ സ്തോത്രം പുസ്തകമത്രേ ബൈബിൾ. ഹല്ലേലൂയ. ലോകത്തെ രക്ഷിക്കുവാൻ വേണ്ടി ലോകത്തിൽ ജീവിക്കുന്ന സകല മനുഷ്യർക്കും വേണ്ടി ഒരു രക്ഷിതാവ് സ്തോത്രം ഭൂമിയിലേക്ക് കടന്നു വന്നു. ആമേൻ. 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 രക്ഷ എന്ന് പറയുന്നത് ആമേൻ എല്ലാവർക്കും സുപരിചിതമായ ഒരു പദമത്രേ. രക്ഷിക്കപ്പെടുക, രക്ഷപ്പെടുക. ആമേൻ. എല്ലാ മനുഷ്യർക്കും ആഗ്രഹമുണ്ട് രക്ഷപ്പെടണമെന്ന്. ആമേൻ. ജീവിതത്തിൽ രക്ഷപ്പെടണമെന്നുണ്ട്, ഭൗമികമായി രക്ഷപ്പെടണമെന്നുണ്ട്, മരണത്തിന് ശേഷം രക്ഷിക്കപ്പെടണം, അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകണം. ആമേൻ എന്നുള്ള സത്യം, ആമേൻ എന്നുള്ള ആഗ്രഹം എല്ലാ മനുഷ്യർക്കുമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ ബൈബിൾ വ്യക്തമാക്കുന്നത് ഒരേ ഒരു ലോകരക്ഷിതാവാണ് സ്തോത്രം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഹല്ലേലൂയ. അപ്പോൾ യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ ഒരു മനുഷ്യാത്മാവിന് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധ്യമുള്ളൂ. ആമേൻ. ആമേൻ. ലോകത്തിൽ പിറന്നിട്ടുള്ള സകല മനുഷ്യർക്കും വേണ്ടി യേശു ക്രിസ്തു 2025 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി പാപയാഗമായി തീർന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവന് നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ. ആമേൻ. നമ്മെ സ്നേഹിക്കുന്നൊരു ലോകരക്ഷിതാവ്, നമ്മെ സ്നേഹിക്കുന്ന ഒരു രക്ഷിതാവ്. ആമേൻ. ആമേൻ. ദൈവം നമ്മോടുകൂടെയുണ്ട് എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ സ്തോത്രം. നല്ല ശമരിയക്കാരൻ. ഹല്ലേലൂയ. നല്ല ഒരു കൂട്ടുകാരൻ. ആമേൻ. നല്ല ഒരു അപ്പനായി. ആമേൻ. വിധവയ്ക്ക് കാന്തനായി. ആമേൻ. സ്നേഹിക്കുവാൻ കൊള്ളാവുന്ന, വിശ്വസിക്കുവാൻ കൊള്ളാവുന്ന ഒരേ ഒരു ലോകരക്ഷിതാവ് നാം ആരാധിക്കുന്ന യേശു ക്രിസ്തു അത്രേ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാനിവിടെ വെളിപ്പെടുത്തുവാൻ പോകുന്നത് ഒരു ലോകരക്ഷിതാവിനെ കുറിച്ചാണ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. നമ്മെ രക്ഷിക്കുവാൻ പ്രാപ്തിയുള്ള, നമുക്ക് വേണ്ടി തൻ്റെ രക്തം മുഴുവനും ഊറ്റിത്തന്ന നസ്രായനായ യേശുവിൻ്റെ ആമേൻ സ്തോത്രം അത്ഭുതകരമായ ആമേൻ സ്തോത്രം ഹല്ലേലൂയ സാക്ഷ്യം നമ്മെ സ്തോത്രം പുതിയ സ്തോത്രം ജീവിതത്തെ നൽകുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ആമേൻ. സുവിശേഷം കേൾവിയാൽ ഉണ്ടാകുന്നു, വിശ്വാസം കേൾവിയാൽ ഉണ്ടാകുന്നു. ആമേൻ. ആയതിനാൽ സുവിശേഷം പ്രസംഗിക്കപ്പെടുക എന്നത് ദൈവിക ദൗത്യത്തിൻ്റെ ഭാഗമത്രേ. ഹല്ലേലൂയ. ആമേൻ. പ്രിയമുള്ളവരെ സ്തോത്രം, ഇന്ന് ഈ വീഡിയോയിൽ കൂടെ ശ്രവിക്കുന്ന ആമേൻ എല്ലാ സഹോദരങ്ങളെയും ദൈവം സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഇന്ന് രാത്രികാലം ഈ വീഡിയോയിൽ കൂടെ ഞാൻ ഉയർത്തുവാൻ പോകുന്നത്
യേശുവിൻ്റെ നാമമത്രേ. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, സ്തോത്രം, സ്തോത്രം, എണ്ണമില്ലാത്ത അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിനകത്ത് ദൈവം ചെയ്തിട്ടുണ്ട്. പ്രിയമുള്ളവരെ, സമാധാനമില്ലാതെ സന്തോഷമെന്തെന്ന് അനുഭവിക്കുവാൻ കഴിയാതെ സ്തോത്രം, ഹല്ലേലൂയ, ഒരു ഭ്രാന്തനെ പോലെ ഓടി നടന്ന എന്നെ സ്തോത്രം ദൈവം എന്നെ പിടിച്ചു എന്ന് വേണം പറയാം. ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ. ലോകത്തിൻ്റെ മോഹത്തിന് കുടുങ്ങിക്കിടന്ന എന്നെ, ലോകമോഹങ്ങൾക്ക് അടിമപ്പെട്ടിരുന്ന എന്നെ യേശുവിൻ്റെ സ്നേഹം തേടിയെത്തി. പ്രിയമുള്ളവരെ, എപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ യേശുവിൻ്റെ നാമം കേൾക്കപ്പെടുന്നത്? നമ്മുടെ ജീവിതത്തെ ദൈവം മാറ്റുവാൻ ആഗ്രഹിക്കുന്നു എന്നതിന് വ്യക്തമായ തെളിവത്രേ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ സ്തോത്രം മാടി വിളിക്കുന്നത് കേവലം ഭൗമികമായ നന്മകൾ നമുക്ക് തന്ന് സ്തോത്രം ഈ ഭൂമിയിൽ സുഖലോലിപത ജീവിതം നയിക്കുവാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടൊരു സ്വർഗം ഉണ്ട്. ഹല്ലേലൂയ. ഓരോ മനുഷ്യനും സ്തോത്രം ദൈവം ഒരുക്കപ്പെട്ടിരിക്കുന്നൊരു സ്വർഗമുണ്ട്. ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്തോത്രം അടിയുറച്ച വിശ്വാസമുള്ള, കറതീർന്ന വിശ്വാസമുള്ള, പാപത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ട, ക്രൂശിലെ രക്തത്താൽ സ്തോത്രം വില നൽകി നമ്മെ വീണ്ടെടുത്ത ആ കർത്താവ് യേശു ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിനകത്ത് നാം സ്വീകരിക്കുന്നുവെങ്കിൽ നമ്മുടെ സ്തോത്രം, ഹല്ലേലൂയ, ഭാവി ജീവിതം സ്തോത്രം ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമായിരിക്കും. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്ന രാത്രികാലം? ഹല്ലേലൂയ. ഇന്ന് കേൾക്കുന്ന ഈ വചനം നിങ്ങൾ കേൾക്കുന്ന വ്യക്തികളിൽ രൂപാന്തരം ഉണ്ടാക്കട്ടെ. ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ നാം വിശ്വസിക്കണം. ഹല്ലേലൂയ. എന്താണ് മാനസാന്തരം? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. ഹല്ലേലൂയ. പഴയ ജീവിതത്തെ സ്തോത്രം ഉപേക്ഷിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. മനുഷ്യനായി പിറന്നവൻ പാപിയായി ജനിക്കുന്നു. അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകി സ്തോത്രം നാം ഭൂമിയിലേക്ക് സ്തോത്രം വരുന്നത് ഒരു പാപി ആയിട്ടത്രേ. ഹല്ലേലൂയ. ഞാനും നിങ്ങളും സ്തോത്രം പാപം ചെയ്തവരാണ്. അറിഞ്ഞും അറിയാതെയും പാപം ചെയ്യുന്നവരാണ്. ഹല്ലേലൂയ. എന്നാൽ ഈ പാപത്തിൽ നിന്ന് സ്തോത്രം വിടുവിക്കുവാൻ കഴിയുന്നത് യേശു ക്രിസ്തുവിൻ്റെ വിശ്വാസം മുഖാന്തരമത്രേ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം. ഈ വചന ഭാഗത്തിനകത്ത് ഒരു ശമരിയ സ്ത്രീയെക്കുറിച്ച് ബൈബിൾ വ്യക്തമാക്കുന്നു. ഹല്ലേലൂയ. ഈ ശമരിയ സ്ത്രീ സ്തോത്രം വെള്ളം കോരുവാൻ വേണ്ടി വന്നപ്പോൾ യേശു അവളോട്, എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചു. അവൻ്റെ ശിഷ്യന്മാർ ഭക്ഷണ സാധനങ്ങളെ കൊള്ളുവാൻ പട്ടണത്തിൽ പോയിരുന്നു. ശമരിയ സ്ത്രീ അവനോട്, നീ യഹൂദൻ ആയിരിക്കെ ശമര്യക്കാരത്തിയായ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇവിടെ സ്തോത്രം ശമര്യക്കാരും യഹൂദന്മാരും തമ്മിൽ സ്തോത്രം ശത്രുത ഉണ്ടായിരുന്നു. സ്തോത്രം. സ്തോത്രം. അപ്പോൾ അവർ തമ്മിൽ സമ്പർക്കമില്ല. യേശുവും ഈ ശമരിയ സ്ത്രീയുടെ സ്തോത്രം വംശക്കാരും തമ്മിൽ സ്തോത്രം ശത്രുത ആയിരുന്നു, സമ്പർക്കമില്ലായിരുന്നു, മിണ്ടാട്ടമില്ലായിരുന്നു. പക്ഷേ സ്തോത്രം, ഹല്ലേലൂയ, നോക്കുക, ശത്രുക്കളെ സ്നേഹിപ്പാൻ പഠിപ്പിക്കുന്ന വചനം. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ സ്നേഹിപ്പിൻ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കുവാൻ പഠിപ്പിക്കുന്ന വചനം. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ഈ വചനം കേൾക്കുന്നവർക്ക് അനേകം ശത്രുക്കൾ കാണും. ഹല്ലേലൂയ. കുടുംബത്തിനകത്ത് ശത്രുക്കൾ കാണും. സ്തോത്രം. ഹല്ലേലൂയ. വീടിന് ചുറ്റുമുട്ട അയൽപ്പക്കക്കാർ തമ്മിൽ ശത്രുത. ഹല്ലേലൂയ. പരസ്പരം മിണ്ടുവാൻ കഴിയുന്നില്ല, പരസ്പരം പിണങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ. ഉറ്റവർ തമ്മിൽ പിണങ്ങിയിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അടി, പിടി, ശണ്ട, ഹല്ലേലൂയ, ക്രോധം, ഹല്ലേലൂയ, ഇവ കാരണം സ്തോത്രം നമ്മുടെ മനുഷ്യ ജീവിതം ഞെക്കി ഞെരുങ്ങുന്നു. ഹല്ലേലൂയ. സ്തോത്രം. മനസ്സ് തുറന്ന് ആരോടും സംസാരിക്കുവാൻ കഴിയാത്ത അവസ്ഥ, മനസ്സ് തുറന്ന് ഹൃദയത്തിൻ്റെ ഭാരങ്ങളെ ഇറക്കി വയ്ക്കുവാൻ കഴിയാത്ത അവസ്ഥ, വല്ലാത്ത സ്തോത്രം ഒരു ഞെരുക്കത്തിൻ്റെ നടുവിൽ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ സ്തോത്രം, നമ്മുടെ സ്തോത്രം, ഹല്ലേലൂയ, ഇടുങ്ങിയ ചിന്താഗതികളെ മാറ്റി ശത്രുക്കളെ സ്നേഹിപ്പാൻ പഠിപ്പിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതകരമായ വചനങ്ങൾ നമ്മുടെ ഹൃദയങ്ങളെ സ്തോത്രം നനയ്ക്കുന്നതായിരിക്കും. നമ്മുടെ
നമ്മുടെ ഹൃദയങ്ങളെ സ്തോത്രം ഹാലലുയ കല്ല് പോലുള്ള ഹൃദയങ്ങളെ മെഴുകുപോലെ ഒരുക്കുവാൻ കഴിയുന്ന അതിശക്തമായ വചനസത്യങ്ങൾ നാം സ്തോത്രം ഗ്രഹിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതം ഹാലലുയ പുതിയൊരു സ്തോത്രം ജീവിതത്തിലേക്ക് ദൈവം കൊണ്ടു ചെല്ലുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ സ്തോത്രം നശ്വരമായ ഈ ലോകത്തിൽ നമ്മിൽ പിണക്കങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. ഹാലലുയ ശത്രുത മനോഭാവം നമ്മെ വിട്ട് മാറിപ്പോകട്ടെ. ഹാലലുയ ഹാലലുയ നിർവ്യാജ സ്നേഹം നമ്മിൽ ഉണ്ടാകട്ടെ. ഹാലലുയ സ്തോത്രം മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠരെന്നെണ്ണുവാൻ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കിയാട്ടെ ഇന്ന് രാത്രികാലം. ഹാലലുയ സ്തോത്രം ഹാലലുയ അവരും ദൈവത്തിൻ്റെ സൃഷ്ടിയെ ഹാലലുയ സ്തോത്രം ഏത് വ്യക്തിയും ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നതാകയാൽ പ്രിയമുള്ളവരെ സ്തോത്രം ഏത് വ്യക്തിയും സ്തോത്രം നമ്മുടെ സഹോദരന്മാരാണ്, നമ്മുടെ സഹോദരിമാരാണ്. ശത്രുവിനെ സ്നേഹിക്കുക. ഹാലലുയ സ്തോത്രം ഇന്ന് രാത്രികാലം പിണങ്ങിയിരിക്കുന്നവരോട് നിങ്ങൾ തന്നെ നിരപ്പുള്ളവരായി മാറുവാൻ. ഹാലലുയ അവരോട് സ്തോത്രം ക്ഷമിക്കുന്നവരായി മാറുവാൻ, ക്ഷമിക്കുന്ന ഹൃദയത്തിനുടമയായി തീരുവാൻ ഇന്ന് രാത്രികാലം സ്തോത്രം നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിച്ചാട്ടെ. ഹാലലുയ ക്രൂസിലെ സ്നേഹം സ്തോത്രം നമ്മെ അതാ പഠിപ്പിക്കുന്നത്. ഹാലലുയ സ്തോത്രം നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പാൻ. ഹാലലുയ നോക്കൂ ആ സ്തോത്രം. ഹാലലുയ ഒരു ചെകിടത്ത് നമ്മെ അടിച്ചാൽ മറ്റേ ചെകിടും കാണിച്ചു കൊടുപ്പിക്കുവാൻ പറയുന്ന വചനം. ഹാലലുയ കൂട്ടുകാരൻ നിന്നോട് സ്തോത്രം എത്ര നിങ്ങൾക്ക് വിരോധമായി സ്തോത്രം ദ്രോഹം ചെയ്തിട്ടുണ്ടായിരിക്കാം, നിങ്ങളെ വെറുപ്പിച്ചിട്ടുണ്ടായിരിക്കാം. സ്തോത്രം ഹാലലുയ അയൽപ്പക്കക്കാർ നിങ്ങളെ സ്തോത്രം ഉപദ്രവിച്ചിട്ടുണ്ടായിരിക്കാം. അയൽപ്പക്കക്കാർ നിങ്ങളുടെ സ്തോത്രം വസ്തുവകകളെ അപകരിച്ചിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ സ്തോത്രം ഹാലലുയ ധനം കടം വാങ്ങിച്ചിട്ട് തന്നിട്ടില്ലായിരിക്കാം ഇതുവരെയും. ഹാലലുയ സ്തോത്രം ഇവരോടൊക്കെയും സ്തോത്രം ദീർഘക്ഷമ കാണിക്കുവാൻ യേശു നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ ഇവിടെ ഇതാ സ്തോത്രം ഒരു വേശ്യ സ്ത്രീയായ ശമര്യ സ്ത്രീ സ്തോത്രം ഹാലലുയ സ്തോത്രം ഹാലലുയ ആ ശമര്യ സ്ത്രീയോട് യേശു കർത്താവ് കുടിക്കുവാൻ വെള്ളം ചോദിക്കുന്നു. ഹാലലുയ 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 സ്തോത്രം യഹൂദന്മാർക്കും ശമര്യക്കാർക്കും തമ്മിൽ സമ്പർക്കമില്ല. നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു. ഹാലലുയ അപ്പോൾ സ്തോത്രം ഹാലലുയ ഞാൻ ആരെന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഈ ശമര്യ സ്ത്രീയോട് ഞാൻ ആരെന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ എന്നോട് ജീവനുള്ള വെള്ളം ചോദിക്കുമായിരുന്നു. ഹാലലുയ കുടിപ്പാൻ ഹാലലുയ സ്തോത്രം ഹാലലുയ നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു. ഹാലലുയ സ്തോത്രം നിത്യജീവങ്ങളിലേക്കുള്ള വഴി. ഹാലലുയ നിത്യജീവങ്ങളിലേക്കുള്ള സ്തോത്രം മാർഗം മാർഗമായ യേശു ക്രിസ്തു സ്തോത്രം ഇതാ സ്തോത്രം ഒരു പാപിനിയായ സ്ത്രീയുടെ മുമ്പിൽ വെളിപ്പെട്ട് വരുന്നു. ഹാലലുയ അവളുടെ സ്തോത്രം ഹാലലുയ അവളുടെ ചരിത്രത്തെ മാറ്റുവാൻ വേണ്ടി, അവളുടെ സ്തോത്രം ഹാലലുയ നിന്നയെ മാറ്റുവാൻ വേണ്ടി, അവളുടെ പരിഹാസത്തെ മാറ്റുവാൻ വേണ്ടി സ്തോത്രം അവൾ അനുഭവിക്കുന്ന സ്തോത്രം ഹാലലുയ സ്തോത്രം അവൾ അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നത്തിൻ്റെ നടുവിൽ ഇതാ സ്തോത്രം ഹാലലുയ സ്തോത്രം ഒരുവനിതാ ഇറങ്ങി വരിക എത്ര. ഹാലലുയ പ്രിയമുള്ളവരെ നിന്നെ തേടി വരുന്ന യേശുവിൻ്റെ സ്നേഹം. ഹാലലുയ ഈ ശമര്യ സ്ത്രീ സ്തോത്രം വെള്ളം കോരുവാൻ വന്ന ആ കിണറിൻ്റെ അരികിലേക്ക് യേശു കടന്നു വരുവാൻ യേശുവിനെ സ്തോത്രം ദാഹിച്ചിട്ടല്ല, യേശുവിന് കുടിപ്പാൻ സ്തോത്രം വെള്ളത്തിന് വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ സ്തോത്രം മറ്റേതെങ്കിലും സ്തോത്രം ഹാലലി കാര്യത്തിന് വേണ്ടിയിട്ടല്ല ഈ യേശു ക്രിസ്തു ആ ശമര്യ സ്ത്രീയുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. തന്നെ സ്തോത്രം അവൾക്ക് വെളിപ്പെടുത്തുന്ന ദൈവം. സ്തോത്രം ഒരു രക്ഷിതാവ് ഭൂമിയിലുണ്ട്. നിൻ്റെ പാപത്തിൽ നിന്ന് വിടുതൽ നൽകുവാൻ കഴിയുന്ന സ്തോത്രം ഒരു സ്വർഗീയ സ്തോത്രം ദൈവം നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ടെന്ന് അവൻ സ്തോത്രം യേശുവിൻ്റെ സ്നേഹം ഈ ശമര്യ സ്ത്രീയുടെ മുമ്പിൽ കടന്നു വരിക എത്ര ചെയ്യുന്നത്. ഹാലലുയ പ്രിയമുള്ളവരെ ഇന്ന് രാത്രികാലം ഈ വചനം കേൾക്കുന്നവരുടെ സ്തോത്രം ഹൃദയത്തിനകത്തുള്ള മുറിപ്പാടുകൾ, ഹൃദയത്തിനകത്തുള്ള വേദനകളെ നല്ലതുപോലെ അറിയുന്നൊരു ദൈവമുണ്ട്. ഹാലലുയ ഒരുപക്ഷെ ഈ സ്തോത്രം ഈ ലോകത്തിൽ ചെയ്യുവാന്ന മാക്സിമം പാപം ചെയ്തു പോയ വ്യക്തിയായിരിക്കാം.
ആമേൻ. വല്ലാത്ത കുറ്റബോധത്താൽ സ്തോത്രം ഉറങ്ങുവാൻ പോലും കഴിയാതെ ആമേൻ ചെയ്തു പോയ അകൃത്യങ്ങളെ ഓർത്ത് നിങ്ങൾ വിലപിക്കുന്നുകൊണ്ടായിരിക്കാം. ഇന്ന് രാത്രികാലം ഈ യേശുവിനെ നീ കൈക്കൊണ്ടാൽ, യേശു ക്രിസ്തുവിനെ നിൻ്റെ ഹൃദയത്തിനകത്തേക്ക് നീ സ്വീകരിച്ചാൽ, നിൻ്റെ ചരിത്രത്തെ മാറ്റുവാൻ, നിൻ്റെ സമാധാനമില്ലായ്മ മാറ്റുവാൻ, ആമേൻ നിത്യ സമാധാനത്താൽ നിറയ്ക്കുവാൻ കഴിയുന്ന, ആമേൻ സ്തോത്രം നിത്യജീവൻ നൽകുവാൻ കഴിയുന്ന, ആമേൻ സ്തോത്രം ഹാലലൂയ സ്തോത്രം നിത്യത നമുക്ക് നൽകുവാൻ കഴിയുന്ന ഒരു നല്ല രക്ഷിതാവ് നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അവൻ്റെ നാമം അത്ര യേശു ക്രിസ്തു. ഹാലലൂയ, ആമേൻ, ഹാലലൂയ, ആമേൻ സ്തോത്രം, ഹാലലൂയ. ഈ വെള്ളം കുടിക്കുന്നവന് എല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരുമെന്ന് ഉത്തരം പറഞ്ഞു. ഹാലലൂയ, ആമേൻ, ഹാലലൂയ. നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവ. ഹാലലൂയ, ആമേൻ സ്തോത്രം. പ്രിയമുള്ളവരെ, ആമേൻ സ്തോത്രം, ഹാലലൂയ. നിത്യജീവൻ്റെ പാത, ആമേൻ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് പറഞ്ഞ കർത്താവ് ഇന്ന് രാത്രിക്കാലം ഹാലലൂയ മരിച്ചുപോയതിനെ, നാറ്റം വച്ചതിനെ ആമേൻ പുതുജീവൻ നൽകുവാൻ എൻ്റെ യേശുവിന് കഴിയും. നിൻ്റെ ജീവിതം സ്തോത്രം ഒരു നാറ്റം വമിച്ചതുപോലെ ആയിരിക്കാം. ഹാലലൂയ, ആമേൻ. ഈ വചനം കേൾക്കുന്ന മാത്രയിൽ ആമേൻ നിന്നെ തന്നെ സമർപ്പിച്ചാൽ നിനക്ക് പുതുജീവൻ നൽകുവാൻ യേശുവിന് കഴിയും. ഹാലലൂയ. പ്രിയമുള്ളവരെ, മരിച്ച് നാറ്റം വെച്ച ലാസറിൻ്റെ ജീവിതത്തിനകത്ത് പുതുജീവൻ നൽകിയത് ആമേൻ സ്തോത്രം ദൈവമത്രേ. ഹാലലൂയ, ആമേൻ, ആമേൻ സ്തോത്രം. ഉണങ്ങിയ അസ്ഥികളെ നോക്കി പ്രവചിപ്പാനും പറഞ്ഞ കർത്താവ്, ആമേൻ സ്തോത്രം, ഹാലലൂയ. ഉണങ്ങിയ അസ്ഥികൾ എഴുന്നേറ്റ് വലിയൊരു സൈന്യമായി എഴുന്നേറ്റ് നിന്നതുപോലെ ആമേൻ നമ്മുടെ ജീവിതത്തിനകത്തെയും ഉണങ്ങിപ്പോയ, വരണ്ടുപോയ, വറ്റിപ്പോയ ആമേൻ സകല സ്തോത്രം, സകല ആമേൻ ഇല്ലാത്ത സാധ്യതകളെ ആമേൻ നിങ്ങളുടെ ജീവിതത്തിന് ആമേൻ സ്തോത്രം നിങ്ങൾ വിചാരിക്കാം ഈ സ്തോത്രം ഇനി നടക്കത്തില്ല, ഇനി എൻ്റെ ജീവിതത്തിൻ്റെ ഒരു മുന്നേറ്റമില്ല, ഇനി എല്ലാം തകർന്നു പോയി, എല്ലാം നശിച്ചു പോയി, താളടിയായിപ്പോയി, ഇനിയൊരു സ്തോത്രം, ഇനിയൊരു ഉയർപ്പില്ല, ഇനിയൊരു വളർച്ചയില്ല, എല്ലാം സ്തോത്രം നശിച്ചു പോയി. ഹാലലൂയ, എൻ്റെ വ്യക്തിത്വം തന്നെ നശിച്ചുപോയി. ആമേൻ ഞാനൊന്നുമല്ല, ഞാൻ ഏതുമല്ല, മരിച്ചവനെ പോലെ ലോകം നിങ്ങളെ മറന്നു കളഞ്ഞിരിക്കാം. ആമേൻ സ്തോത്രം, ഹാലലൂയ. നിൻ്റെയും ജീവിതത്തിനകത്ത് പുതിയൊരു നാമ്പ് സൃഷ്ടിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഹാലലൂയ. പുതിയൊരു സ്തോത്രം ശിഖരം മുളപ്പിക്കുവാൻ എൻ്റെ യേശുവിന് കഴിയും. ഹാലലൂയ. പുതിയതൊന്ന് തുടങ്ങുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഇന്ന് സീറോ ആയിരിക്കുന്ന നിന്നെ ആമേൻ സ്തോത്രം ഹീറോയ്ക്ക് മാറ്റുവാൻ കഴിയുന്ന ഏക രക്ഷിതാവ് യേശു ക്രിസ്തുവത്രേ. ഹാലലൂയ. ഇന്ന് രാത്രികൾ നിന്നെ തന്നെ സമർപ്പിക്കുവാൻ കഴിയുമോ? ഹാലലൂയ, ആമേൻ സ്തോത്രം. ഈ ശമരിയ സ്ത്രീയുടെ മുമ്പിൽ ആമേൻ സ്തോത്രം യേശു കർത്താവ് ഇതാ വെളിപ്പെട്ട് വരുന്നു. ഹാലലൂയ, ആമേൻ സ്തോത്രം. അവൾക്ക് സ്തോത്രം, ഹാലലൂയ, ആമേൻ. പോയി ആമേൻ സ്തോത്രം, ഹാലലൂയ, ആമേൻ സ്തോത്രം, ആമേൻ സ്തോത്രം. പോയി നിൻ്റെ ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവരിക എന്ന് അവളോട് പറഞ്ഞു ദൈവം. ഹാലലൂയ. എനിക്ക് ഭർത്താവില്ല എന്ന് സ്ത്രീ അവനോട് ഉത്തരം പറഞ്ഞു. എനിക്ക് ഭർത്താവില്ല എന്ന് പറഞ്ഞത് ശരി തന്നെ. ആമേൻ. 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനോ നിൻ്റെ ഭർത്താവല്ല. നീ പറഞ്ഞത് സത്യം തന്നെ എന്ന് യേശു പറഞ്ഞു. യേശു അവനോട്, യജമാനനെ, നീ പ്രവാചകനെന്ന് ഞാൻ കാണുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു. നോക്കുക, ആമേൻ സ്തോത്രം, ഹാലലൂയ. യേശുവിനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹാലലൂയ, ആമേൻ സ്തോത്രം, ഹാലലൂയ, ആമേൻ സ്തോത്രം. നേർച്ച കാഴ്ചകൾ നൽകി ആമേൻ ആ മലയിലും ഈ മലയിലുമല്ല ദൈവത്തെ നാം ആരാധിക്കേണ്ടത്, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നോക്കുക, ആമേൻ സ്തോത്രം. ഈ ശമരിയ സ്ത്രീ ഒരു വേശ്യാ സ്ത്രീയായിരുന്നു. ഹാലലൂയ, ആമേൻ സ്തോത്രം. അവളുടെ ഭർത്താവ് ആമേൻ സ്തോത്രം, അവളുടെ ഭർത്താവ് ആമേൻ ആമേൻ സ്തോത്രം, എണ്ണമില്ലാത്ത ഭർത്താവ്, ആമേൻ ഒന്നിലധികം ഭർത്താക്കന്മാരുള്ള ആമേൻ സ്തോത്രം. ഈ സ്ത്രീയുടെ ആമേൻ സ്തോത്രം ഹൃദയത്തിനകത്ത് മറഞ്ഞിരുന്ന പാപബോധത്തെ ദൈവം ഇതാ പുറത്തു കൊണ്ടുവരുന്നു. ഹാലലൂയ, ആമേൻ സ്തോത്രം. അവളൊരു പാപിയാണെന്നുള്ള ബോധ്യത്തെ സ്തോത്രം കർത്താവ് വെളിപ്പെടുത്തുന്നു. ആമേൻ സ്തോത്രം, ഹാലലൂയ. നിൻ്റെ പാപത്തെ വെളിപ്പെടുത്തുന്നത് നിന്നെ നശിപ്പിക്കുവാനല്ല, നിന്നെ പിന്തള്ളുവാനല്ല. ആമേൻ സ്തോത്രം, ഹാലലൂയ, ആമേൻ സ്തോത്രം. ആ പാപത്തിൽ നിന്ന് നിന്നെ വിടുവിക്കുവാനത്രേ യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഹാലലൂയ. നിന്നെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയുന്ന ഏക രക്ഷിതാവ് യേശു ക്രിസ്തു അത്രേ. ഹാലലൂയ. കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി പാപയാഗമായി മാറിയവൻ. ഹാലലൂയ. നോക്കുക, സ്തോത്രം, ഹാലലൂയ.
പക്ഷപാതം പിടിച്ച സ്ത്രീ, പക്ഷപാതം പിടിച്ച് കിടന്ന ഒരു മനുഷ്യനെ വിടുവിക്കുവാൻ യേശു കർത്താവിൻ്റെ അരികിലേക്ക് സ്തോത്രം വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് ഇറക്കി വയ്ക്കുന്ന 4 സഹോദരങ്ങളുടെ വിശ്വാസത്തെ മാനിച്ച് ഹല്ലേലൂയ ആ മനുഷ്യൻ്റെ പാപങ്ങളെ മോചിപ്പിച്ച് സ്തോത്രം ഹല്ലേലൂയ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് ആ ലോകക്കാർ കാണുക എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്കുവാൻ പറഞ്ഞ യേശു കർത്താവ് ഹല്ലേലൂയ സ്തോത്രം അവിടെ ഒരു അത്ഭുത സ്തോത്രം വെളിപ്പെടുത്തി സ്തോത്രം ആ മനുഷ്യൻ കിടക്കെടുത്ത് നടന്ന് തുള്ളിച്ചാടുവാൻ വേണ്ടി തുടങ്ങി സ്തോത്രം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവത്തിൻ്റെ വചനത്തെ ഉറപ്പിക്കുന്ന ദൈവപ്രവൃത്തി ഹല്ലേലൂയ. പ്രിയമുള്ളവരെ സ്തോത്രം ഹല്ലേലൂയ. ഈ ശമരിയ സ്ത്രീയുടെ നടുവിൽ യേശു കർത്താവിനെ ഇതാ സ്തോത്രം ഞാൻ ലോക രക്ഷിതാവെന്ന് വെളിപ്പെടുത്തി ഹല്ലേലൂയ. സ്തോത്രം ഇന്ന് രാത്രികാലം നിങ്ങൾ സ്തോത്രം ഹല്ലേലൂയ ഇന്ന് വരെയും ദൈവമെന്ന് പറഞ്ഞ് സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി നിറച്ച കാഴ്ചകൾ നൽകി തൻ്റെ സ്തോത്രം ഹല്ലേലൂയ സമ്പാദ്യം മുഴുവനും സ്തോത്രം ദൈവനാമം മഹത്വപ്പെടുത്തുവാൻ വേണ്ടി നിങ്ങൾ ചിലവഴിച്ച് എല്ലാം നഷ്ടപ്പെട്ട് നിരാശനായി ഇരിക്കുന്ന മടുത്ത് വ്യക്തിയിരിക്കുന്ന ജീവിതത്തിൽ സ്തോത്രം ജീവിത നൈരാശ്യത്താൽ സ്തോത്രം സകലതും നഷ്ടപ്പെട്ട് നിങ്ങൾ സ്തോത്രം നിരാശയിലായിരിക്കുന്ന വ്യക്തിയായിരിക്കാം പ്രിയമുള്ളവരെ. സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ ദൈവം നമ്മെ വിളിച്ച് വേർതിരിക്കുന്ന ദൈവം മാത്രമേ. സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം ഇന്ന് രാത്രികാലം ഈ വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ചാട്ടെ. സ്തോത്രം നോക്കുക. സ്തോത്രം ഈ സ്ത്രീ മറ്റുള്ളവർ ശമര്യക്കാരോട് തൻ്റെ വംശക്കാരോട് തൻ്റെ ജാതിക്കാരോട് സ്തോത്രം ഒരു യഹൂദനായ മനുഷ്യന് അല്ലെങ്കിൽ യഹൂദ ദേശത്തിൽ നിന്ന് വന്ന യേശു കർത്താവിൻ്റെ ഈ സാക്ഷ്യം അവളുടെ ജീവിതത്തിന് താൻ ചെയ്ത സകല പാപങ്ങളും വെളിപ്പെടുത്തി ആ യേശുവിൻ്റെ സാക്ഷ്യത്തെ തൻ്റെ ദേശക്കാരുടെ മധ്യത്തിൽ തൻ്റെ ചാർച്ചക്കാരുടെ മധ്യത്തിൽ തൻ്റെ ഉറ്റവരുടെ നടുവിൽ തന്നോട് കൂടെ കിടക്ക പങ്കിട്ടവരുടെ നടുവിൽ യേശുവിൻ്റെ നാമത്തെ ഉയർത്തിയപ്പോൾ സ്തോത്രം ഹല്ലേലൂയ ആ ശമരിയ ദേശത്തിൽ നിന്നും ഒരു കൂട്ടം ജനത്തെ ഇതാ ദൈവം എഴുന്നേൽപ്പിച്ചു ഹല്ലേലൂയ. പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും സ്തോത്രം ഏത് ഭയം കൂടാതെ വണ്ണം ലജ്ജ കൂടാതെ വണ്ണം സ്തോത്രം നമ്മുടെ ഉറ്റവരോടുകൂടെ ഉടയവരോടുകൂടെ നമ്മുടെ വംശക്കാരോട് നാം ആയിരിക്കുന്ന സകല മേഖലകളിലുള്ളവരോട് സ്തോത്രം യേശു ചെയ്ത ചെറുതും വലുതുമായ അത്ഭുത സാക്ഷ്യങ്ങളെ മറ്റുള്ളവരോട് പറയുവാൻ വേണ്ടിയിട്ടത്ര ദൈവം നമ്മെ വേർതിരിക്കുന്നത് ഹല്ലേലൂയ. പ്രിയമുള്ളവരെ സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം ആ ശമരിയ ദേശത്തിലുള്ളവർ പറയുന്നൊരു വാക്കാണ് സ്തോത്രം ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ ലോക രക്ഷിതാവ് എന്ന് അറിയുകയും ചെയ്തുമിരിക്കുന്നു. പ്രിയമുള്ളവരെ ആ സ്ത്രീ അധരം തുറന്ന് ഒരു വേശ്യാ സ്ത്രീ മറ്റുള്ളവരോട് പറഞ്ഞത് മുഖാന്തരം യേശുവിനെപ്പറ്റി പറഞ്ഞത് മുഖാന്തരം സ്തോത്രം ഹല്ലേലൂയ അനേകരുടെ ഉള്ളിൽ വിശ്വാസത്തെ സ്പ്രെഡ് ചെയ്യുവാൻ വിശ്വാസത്തെ പകർന്നു നൽകുവാൻ എൻ്റെ ദൈവം ഒരു വേശ്യാ സ്ത്രീയെ ദൈവം ഉപയോഗിച്ചുവെങ്കിൽ നിങ്ങളെയും ഉപയോഗിക്കുവാൻ അവൻ വിശ്വസ്തൻ ഹല്ലേലൂയ. ഇന്ന് രാത്രികളും ഹല്ലേലൂയ ആ ശമരിയ സ്ത്രീക്ക് രക്ഷ നൽകിയത് സ്തോത്രം യേശുവിൻ്റെ വിലയേറെ രക്തം കൊണ്ടത്രേ യേശുവിൻ്റെ വിലയേറെപ്പെട്ട സ്നേഹം കൊണ്ടത്രേ സ്തോത്രം ഞാൻ നീതിമാന്മാരെ തേടിയല്ല പാപികളെ തേടിയത്രേ ഭൂമിയിലേക്ക് കടന്നു വന്നത് ഹല്ലേലൂയ. സ്തോത്രം ഹല്ലേലൂയ. പാപികളോട് പന്തിയിലിരുന്ന് ആഹാരം കഴിക്കുന്ന ദൈവം, പാപികളെ സ്നേഹിക്കുന്ന ദൈവം ഹല്ലേലൂയ. പാപത്തെ വെറുത്ത് പാപികളെ സ്നേഹിക്കുന്ന ദൈവം ഹല്ലേലൂയ. ഏകൻ്റെ ലംഘനത്താൽ അനേകർ പാപികളായി തീർന്നുവെങ്കിൽ ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും ഹല്ലേലൂയ. ഈ ക്രൂശിലെ മരണത്തോളം തന്നെ താൻ താഴ്ത്തി നമുക്ക് വേണ്ടി സ്തോത്രം പാപയാഗമായി മാറിയ ഈ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ മറ്റുള്ളവരുടേക്ക് പകരുവാൻ നമ്മെ വിളിച്ചു വേർതിരിക്കുന്ന ദൈവം ഹല്ലേലൂയ. പ്രിയമുള്ളവരെ സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം ഇന്ന് രാത്രികൾ ഈ വചനപ്രകാരം നാം മുഖാന്തരം അനേകർ രക്ഷിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ഹല്ലേലൂയ. നാം മുഖാന്തരം നമ്മുടെ സാക്ഷ്യം നിമിത്തം നാം മാതൃകകളുടെ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ വാക്കിൽ പ്രവൃത്തിയിൽ സ്തോത്രം എല്ലാം ദൈവനാമം ഉയരുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ നമ്മളെ സ്തോത്രം നമ്മളെ തന്നെ സമർപ്പിച്ചാൽ നമ്മെ സ്തോത്രം പണിയുന്നൊരു ദൈവമുണ്ട്. നമ്മെ സ്തോത്രം ഉടച്ച് പണിയുന്നൊരു ദൈവമുണ്ട്. അനേകർക്ക് പ്രയോജനമുള്ള മലമേലിരിക്കുന്ന പട്ടണം പോലാക്കി മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും ഹല്ലേലൂയ. ഇന്ന് നമ്മെ തള്ളിക്കളഞ്ഞവർ പരിഹസിച്ചവർ സ്തോത്രം മുഖാന്തരം സ്തോത്രം നാം മുഖാന്തരം അവർ രക്ഷിക്കപ്പെടുവാൻ ഇടയായിത്തീരും ഹല്ലേലൂയ. സ്തോത്രം ഇന്ന് രാത്രികാലം നമ്മെ തന്നെ സമർപ്പിച്ചാട്ടെ. ഈ ശമരിയ സ്ത്രീയെ സ്നേഹിച്ച ദൈവം ഹല്ലേലൂയ ശത്രുവിനെ സ്നേഹിച്ചതുപോലെ സ്നേഹിച്ച്
നമ്മുടെ ശത്രുതകൾ മറന്ന് അവരുടെ വിടുതലിന് വേണ്ടി സ്തോത്രം അവരെ തേടിപ്പോകുവാൻ സ്തോത്രം ഹാലലി നമ്മെ പരിഹസിച്ചവരെ നമ്മെ നിന്ദിച്ചവരെ നമ്മെ കരയിപ്പിച്ചവർക്ക് സ്തോത്രം രക്ഷയുടെ വാതിൽ തുറന്നു കൊടുക്കുവാൻ ദൈവം നമ്മെ എത്ര ഉപയോഗിക്കുവാൻ വേണ്ടി പോകുന്നത് ഹാലലിയ. ഇന്ന് രാത്രി നമ്മെ തന്നെ സമർപ്പിച്ചാട്ടെ. എല്ലാ ശത്രുതാ മനോഭാവം നമ്മായിട്ട് മാറിപ്പോകട്ടെ. ശത്രുവിനെ സ്നേഹിപ്പാൻ സ്തോത്രം മറ്റുള്ളവർ നമ്മോട് ചെയ്ത ക്രൂരതകൾ മറന്ന് ക്ഷമിച്ച് അവരെ സ്നേഹിപ്പാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഈ ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മെ നിശ്ചയമായും വിടുവിക്കുക തന്നെ ചെയ്യും. ഹാലലിയ. എത്ര പേർക്ക് ഇന്ന് രാത്രി സ്തോത്രം ഹാലലിയ സ്തോത്രം ഹാലലിയ സ്തോത്രം ഒരു തരി സ്തോത്രം ഹാലലിയ വിശ്വാസമെങ്കിലും വർദ്ധിച്ചു എന്ന് കരുതുന്നവർ ഇന്ന് രാത്രി സമർപ്പിച്ചാട്ടെ. സ്തോത്രം ഹാലലിയ. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ഹാലലിയ. ഹാലലൂയ. ക്രൂശിന്മേൽ കാണുന്നതാരിതാ പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. ക്രൂശിന്മേൽ കാണുന്നതാരിതാ പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. ആത്മാവേ കാണുക. ഹാലലൂയ. ഇന്ന് രാത്രികളും സ്തോത്രം നമുക്ക് വേണ്ടി ക്രൂശിലെ സ്തോത്രം നമുക്ക് രക്തം നൽകിയ നമുക്ക് വേണ്ടി സ്തോത്രം നമ്മെ വിടുവിക്കുവാൻ വേണ്ടി നമ്മെ സ്തോത്രം നരകത്തിൽ പോകാതിരിപ്പാൻ വേണ്ടി നമുക്ക് വേണ്ടി സ്തോത്രം ഇറങ്ങി വന്ന സ്വർഗത്തിലെ നിന്ന് ഇറങ്ങി വന്ന അപ്പം സ്തോത്രം സ്തോത്രം ആടുകളുടെ വാതിലായ കർത്താവ് യേശു ക്രിസ്തുവിനെ ഇന്ന് രാത്രിക്കാലം സ്തോത്രം ഹാലലിയ നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നു കൊടുത്താട്ടെ. നിശ്ചയമായി നമ്മെ പുതു മനുഷ്യനാക്കി മാറ്റും. നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ സ്തോത്രം ഹാലലിയ സ്തോത്രം ഹാലലിയ അനുഗ്രഹിക്കപ്പെട്ട പാത്രങ്ങളാക്കി മാറ്റുന്ന ദൈവം ഹാലലിയ സ്തോത്രം ഹാലലൂയ. സമർപ്പിച്ചാട്ടെ. ദൈവം നിശ്ചയമായി നിങ്ങളെ അനുഗ്രഹിക്കും. ഗോഡ് ബ്ലെസ് യു. ആമേൻ.